يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم يعلم ما بين أيديهم وما خلفهم. അള്ളാഹു ആരാണ്? അള്ളാഹുവിന്റെ മഹത്വങ്ങൾ, അള്ളാഹുവിന്റെ ബഹുമാനങ്ങൾ പരിശുദ്ധമായ ആയത്തുൽ കുർസിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. സൃഷ്ടികളുടെ അടിമകളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഞങ്ങൾക്ക് മുന്നിലുള്ളതും പിന്നിലുള്ളതും, നമ്മെ പടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും പടച്ചിന്തുവരെയുള്ള കാര്യവും ഇനി വരാനുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടും വിവരമുള്ളവനാണ്, ആലിമാണ്, അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു വിശ്വാസം പടച്ചറപ്പ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് ബാഹ്യമായി കാണുന്നത് മാത്രമല്ല, ആന്തരികമായി നമ്മുടെ ഉള്ളിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും യഅലമു സിർറക്കും വജഹറക്കും. മറ്റൊരാഴ്ച പറഞ്ഞതാണ് അല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദ് യഅലമു സിർറക്കും വജഹറക്കും. നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളും ആന്തരികമായി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചിന്താഗതികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നല്ല രൂപത്തിൽ അറിയുന്ന ആര്യമാണ് അല്ലാഹു തആല. ഒരു CC ക്യാമറയുള്ള കാലത്ത് CC ക്യാമറ കാണുമ്പോ ഞങ്ങൾ അതിനെ ഭയപ്പെടാറുണ്ട്. കാരണം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൽ പതിഞ്ഞു പോകുമോ, നാം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടുപോകുമോ എന്നൊരു ഭയം ആ ഒരു ക്യാമറയുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊന്നുമല്ല അല്ലാഹു. അതിന്റെ ഒരു പരിധിയുണ്ട്. ഇത്ര ഉള്ളിൽ അതിന്റെ ഇത്ര ഉള്ളിലാണെങ്കിൽ അത് കാണും, ചിലപ്പോ ദൂരത്തിലായാൽ കാണൂല. എന്നാ പടച്ചറപ്പ് അങ്ങനെയല്ല. പടച്ചറപ്പ് നിങ്ങളുടെ മുന്നിലും പിന്നിലും വരാനുള്ളതും കഴിഞ്ഞു പോയതും എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിവരമുള്ളവരാണ്. എന്നിട്ട് പറയാം അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നുള്ള ഒരു വസ്തുവും ഒരാൾക്കും എത്തിക്കൂല ഇല്ലാ ബിമാ ശാ. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്കല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്കല്ലാതെ അള്ളാഹു തആല അവന്റെ ഇൽമ കൊടുക്കൂലാതാണ്. ഏതൊരു കാര്യത്തിലും നമുക്ക് വിവരം ഉണ്ടാകണമെങ്കിൽ അള്ളാഹ് നമുക്ക് അറിയിച്ചു തരണം. അള്ളാഹ് അറിയിച്ചു തന്നാലേ, അള്ളാഹു അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇട്ടു തന്നാൽ, അത് ഏത് പ്രവാചകന്മാരായാലും ഏത് ഔലിയാക്കന്മാരായാലും ഏത് അള്ളാഹുവിന്റെ ഖൽഖായാലും പടപ്പായാലും നമുക്ക് ഇൽമുണ്ടാകണമെങ്കിൽ ആ ഇൽമ അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തരണം. എന്നല്ല നമുക്ക് സ്വന്തമായി ഒരു ഇൽമ ഉണ്ടാക്കാൻ കഴിയൂലാണ്. അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്നുള്ള ഒരു വസ്തുവും ഒരാൾക്ക് കിട്ടൂല ഇല്ലാ ബിമാ ശാ. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഏതൊരു വ്യക്തികൾക്കും അങ്ങനെയാണ്. മഹാനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് സ്വഹാബത്തിന്റെ കൂടെ നടക്കുകയാണ്. അപ്പോ ആ കൂട്ടത്തിൽ ഒരുപാട് മുനാഫിക്കുകളായ ആളുകളുണ്ട്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ അത് തനിയൊരു കാഫിറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നുണ്ടാവും. റസൂലുള്ളാഹി തങ്ങളുടെ പിന്നിൽ അവർ നിസ്കരിക്കുന്നവരാ, എന്നാലും അവർക്ക് ഉള്ളിൽ കാപട്യമാണ്. അവർ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഉറപ്പില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അവർ ബാഹ്യമായി കാണുന്ന മുസ്ലിമീങ്ങളാണെങ്കിലും ആന്തരികമായി അവർക്ക് കുഫ്ർ തന്നെയാണ്, കാഫിറുകൾ തന്നെയാണ്. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരുമ്പോ അതിൽ കുറെ മുനാഫിക്കുകളുമുണ്ട്. അങ്ങനെ പകുതി വഴിയിലെത്തുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, മദീനയിലുള്ള റിഫാ എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളുടെ വലിയ നേതാവാണ്. ആ റിഫാ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മദീനക്ക് വളരെ പോകാനുണ്ട്. ആ പോകുന്നതിന് മുമ്പ് തന്നെ മദീനയിലുള്ള വിവരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളുകളുണ്ട്. അത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്ത മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി ഞങ്ങൾ പിന്നെ ചോദിച്ചത് ചോദിച്ചു, എന്റെ ഒട്ടകം എവിടെയാണ് കാണുന്നില്ലല്ലോ, എന്റെ ഒട്ടകം എവിടെയാണ് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ഭയങ്കര ചർച്ച. മദീനയിലുള്ളത് കണ്ട് അടുത്തുള്ള ഒട്ടകം കാണാത്ത മുഹമ്മദാണോ മുനാഫിഖീങ്ങളോട് വിചാരണ. മദീനയിൽ ഒരാൾ മരിച്ച വിവരം നമ്മുടെ മുന്നിൽ പറഞ്ഞ മുഹമ്മദിന്റെ, ആ മുഹമ്മദ് ഉപയോഗിക്കുന്ന ഒട്ടകം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എവിടെയുണ്ട് എന്ന് അറിയുന്നില്ലല്ലോ. റസൂൽ ചോദിച്ചതാ, അയ്ന നാഖത്തി, എന്റെ ഒട്ടകം എവിടെയാണ്? അങ്ങനെ പ്രശ്നം വളരെ ഗുരുതരമാണ്.
സ്വഹാബത്തിന്റെ ഇടയിൽ ഭയങ്കര ചർച്ചയായി. അങ്ങനെ നല്ല സ്വഹാബത്ത് ഹബീബായ ഞങ്ങളോട് പോയിട്ട് കാര്യം പറഞ്ഞ നബിയെ, ഒരാളുകൾ നമ്മുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മദീനയിൽ മരിച്ച ആ വിവരം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടകം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? അന്ന് ഇതുപോലെ മേരാജിന്റെ രാത്രിയിലും പല ഇതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അല്ലെ, അവർ ആകാശത്തിലേക്ക് പോയവരായിരുന്നില്ല, എന്നാലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയവരായിരുന്നു പലരും. അപ്പൊ അവർ ചോദിച്ചു, മുഹമ്മദ് ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് വന്നല്ല, ആൾ എത്ര തോലുണ്ട്, എത്ര ജനലുണ്ട്? അല്ലെ, നമുക്കിപ്പോ എത്ര കാലം ഇപ്പൊ ഈ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട് നമ്മുടെ വരക്ക് വൈദ്യത്തിനാകുമ്പോ ഉയർത്തിയ പള്ളിയിൽ എത്ര ജനലുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം, ഉള്ളിൽ 5 6 കളിയുണ്ട്, 4 കളിയുണ്ട്. വരക്ക് വൈദ്യത്തിനാകുമ്പോ മയ്യത്തിന്റെ പള്ളിയിൽ ഉള്ളിത്തെ പള്ളിയിൽ എത്ര ജനലുണ്ട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ജനൽ നോക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല അവിടെ കൊണ്ടുപോയല്ല, ആ പള്ളിയുടെ ബഹുമാനം, ആ പള്ളിയുടെ ബർക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി. പോയിട്ട് വന്നപ്പോ ചോദിച്ച്, എത്ര പള്ളിയുണ്ട്, എത്ര ജനലുണ്ട്, എത്ര തൂണുണ്ട്? ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല ദയവായി ആ പള്ളി കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഓരോന്നായി അവരുടെ പള്ളിയിൽ എണ്ണി പറഞ്ഞു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി. അതുപോലെ ഹബീബായ തങ്ങളുടെ മുന്നിൽ അവർ ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകം കാണുന്നില്ല, റിഫാഅ് മരിച്ചത് അറിഞ്ഞല്ലോ. അപ്പൊ റിഫാഅ മരിച്ചത് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തതാണ്. ഒട്ടകം എവിടെയുണ്ട് അല്ലാഹ് അറിയിച്ചു കൊടുത്തില്ല. പക്ഷെ ഇവർ ഈ ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹു തആല ആ ഒട്ടകം ഹബീബായ തങ്ങൾക്ക് കാണിച്ചു കൊടുത്താണ്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം ഇങ്ങനെ ഈ വഴിയിൽ കുറച്ച് ദൂരം പോയാൽ അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിൽ അതിന്റെ കയറ് കുടുങ്ങിയിട്ട് അത് ബാക്കിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കുറച്ച് മുന്നിൽ പോയാൽ അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിൽ എന്റെ ഒട്ടകത്തിന്റെ കയറ് കുടുങ്ങിയിട്ട് അവിടെ ബാക്കിയായിട്ടുണ്ട് എന്ന് സ്വഹാബത്തിനോട് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ അവരോട് എന്നായി പറഞ്ഞത്. പ്രവാചകന്മാരാണെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അല്ലാഹ് അറിയിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വന്തമായി വിവരമൊന്നുമില്ല. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വിവരങ്ങൾ മുഴുവനും അല്ലാഹു കൊടുത്ത വിവരമാണ്. അല്ലാഹുവിന്റെ വിവരത്തിൽ നിന്നുള്ള ഒരു ചെറിയ അംശം മാത്രമാണ് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ആ ചെറിയ വിവരം കൊടുത്തിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യം വന്ന പ്രവാചകന്മാരെ തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആളുകളുടെ ഇൽമും എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. ഇനി എത്ര വലിയ കണ്ടുപിടുത്തക്കാർ വന്നാലും കണ്ടുപിടിക്കുന്നത് മുഴുവൻ അന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലെ, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഒരു പ്രത്യേകമായ സെറ്റപ്പും ഇല്ലാത്ത ഒരു കാലത്ത് ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഹബീബായ തങ്ങൾ ഇവിടെ മുന്നറിയിപ്പ് നൽകി പോയതാണ്. അതിങ്ങനെ കണ്ടുപിടിക്കാൻ കോടിക്കണക്കിന് പൈസകൾ ചെലവഴിച്ചുകൊണ്ടതിന്റെ പിന്നിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. എന്നാൽ ഹബീബായ തങ്ങളോ അല്ലാഹു തആല ആ ഇൽമിന്റെ ചെറിയ ഒരു അംശം കൊടുത്തപ്പോ നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് ആദ്യം കഴിഞ്ഞു പോയ പ്രവാചകന്മാരടക്കം ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആളുകളുടെ ഇൽമും അന്ന് എനിക്ക് തന്നിട്ടുണ്ട്. നമുക്കത് തന്നതോ ഹബീബായ തങ്ങൾക്ക് കൊടുത്ത ഇൽമിന്റെ ചെറിയ ഒരു പശ മാത്രമാണ്. അല്ലെ, അപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹബീബായ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, റബ്ബി സിദ്നി ഇൽമാ. നബിയെ, നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആയും എന്താ? പടച്ചോനെ, എനിക്ക് ഇൽമ കൂട്ടിതാ, ഇൽമ വർദ്ധിപ്പിച്ചതാ എന്നൊരു ദുആ ഹബീബായ തങ്ങളോട് അല്ലാഹു പറഞ്ഞത്. ഏതാവട്ടെ, അപ്പൊ നമ്മുടെ ഇൽമും നമ്മുടെ അറിവുകളൊക്കെയും അല്ലാഹു തആല നമുക്ക് ഇട്ട് തന്നതാണ്. സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല. അല്ലെ, സ്വന്തമായി ഒന്നും ഒരു വിവരവും ഇല്ലാത്ത ആളുകളാണ്, ഖൽഖുകളാണ് നാം ഒക്കെയും. അറിയുന്നത് അല്ലാഹു അറിയിച്ചു തന്നാൽ മാത്രമാണ്. അതാണ് പറഞ്ഞത്, ഈ വിശ്വാസങ്ങളൊക്കെയും നല്ല രൂപത്തിലാകുമ്പോൾ ആയത്തുൽ കുർസിയുടെ ബഹുമാനം നമുക്ക് നേടിയെടുക്കാം. അത് ബഹുമാനം നിസ്കരിച്ച് പറഞ്ഞാൽ പിന്നെ മരണം മാത്രമാണ് സ്വർഗത്തിലെത്താൻ അവന് തടസ്സമായിട്ടുള്ളത്. അത്ര വലിയ പവറുള്ള വലിയൊരു ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു അതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ മുറാദുകളും ആയാത്തുകളും പടച്ചറബ് പൂർത്തിയാക്കി തരട്ടെ. ഒന്നിച്ചോടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذنിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله.
പഠിച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ ഖുർആനിലുള്ള 6666 പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ കറാമത്ത് കൊണ്ട് നിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഞങ്ങളുമായി ദുആ വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവിധ ശാരീരികമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ നൊമ്പരങ്ങളും മുഴുവൻ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഒരുപാട് നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരുപാട് ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരിൽ പലരും ചെറുപ്പക്കാരും പ്രായമുള്ളവരും സുഖമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഇത് കിടക്കുകയാണ്. പഠിച്ചവനെ നിന്റെ ഔദാര്യമാണല്ലോ റബ്ബ്. കടന്നു വരുന്ന പരിശുദ്ധമായ പുണ്യമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വലിൽ ലോകം ഓർക്കുന്ന സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഅ്ജിസത്തായി നീ കൊടുത്ത നിന്റെ ഖുർആൻ, ആ ഖുർആൻ കാരണമായി പഠിച്ചവനെ സർവ്വ രോഗികൾക്കും നീ ശിഫാ നൽകുക, ആഫിയത്ത് നൽകുക, ആരോഗ്യം നൽകണേ റബ്ബ്. നമുക്ക് നീ തന്ന സന്തോഷം, നമുക്ക് നീ തന്ന ആഫിയത്ത്, ആരോഗ്യം അത് മരണം വരെ നീ ദായിമാക്കി തരണേ റഹ്മാനെ, നിലനിർത്തി തരണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും അല്ലാഹുവേ പലരുമുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റബ്ബ്. അവർ ചെയ്യുന്ന ജോലി, അവരുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതിലൊക്കെയും വലിയ സന്തോഷം നൽകണേ റബ്ബ്. അല്ലാഹുവേ ഇന്നും നാളെയുമായി പലരും അല്ലാഹ് നമ്മുടെ സദസ്സിലുള്ളവരുടെ പലരുടെ കുടുംബങ്ങൾ ഗൾഫിലേക്കുള്ള യാത്ര ഒരുങ്ങുകയാണ്. പഠിച്ചവനെ അല്ലാഹുവേ കല്യാണം കഴിച്ച് യാത്ര പോകുന്നവർ, അതുപോലെ ഭാര്യമാർ ഗർഭിണികളാണ്, അവരൊക്കെയും ഒഴിച്ച് വലിയ ഉത്തരവാദിത്തത്തോടെ അങ്ങോട്ട് നീങ്ങിപ്പോകുന്ന ആ ചെറുപ്പക്കാർക്ക് നീ വലിയ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്നുണ്ട്. അല്ലാഹുവേ എല്ലാവിധ പെടുന്നനെയുണ്ടാകുന്ന സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്ന് പ്രവാസികൾക്കും ഞങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നീ പരിപൂർണമായ ഹിഫ്ദ് നൽകണേ റബ്ബ്. അല്ലാഹുവേ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുള്ള ഒരു ഉമ്മ, പ്രായമുള്ള ഒരു ഉമ്മ മരിച്ചുപോയി. പഠിച്ചവനെ ആ ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് നൽകുക, റഹ്മത്ത് നൽകുക. ആ ഉമ്മാന്റെ പരലോക ജീവിതം നീ വലിയ സുഖത്തിലും സന്തോഷത്തിലുമാക്കണേ റബ്ബ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه